എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊങ്കാലയുടെ വീഡിയോ ആയിട്ടാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ശാർക്കര ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ്. അപ്പോൾ അവിടുത്തെ പൊങ്കാലയ്ക്ക് ഈ തവണ നമ്മൾ അമ്പലത്തിൽ പോയിട്ടല്ല പൊങ്കാല ഇട്ടത്, വീട്ടിൽ തന്നെയാണ്. കൊറോണയുടെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ അമ്പലത്തിൽ ഭണ്ഡാരടുപ്പിൽ മാത്രമേ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അവിടെ മാത്രമേ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് പൊങ്കാല ഇടാൻ പറ്റില്ല, എല്ലാവരും വീട്ടിൽ തന്നെയാണ് പൊങ്കാല ഇട്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുറ്റത്താണല്ലോ പൊങ്കാല ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ മുറ്റമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. സന്ധ്യക്ക് മുമ്പേ തന്നെ മുറ്റമൊക്കെ നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. രാത്രിയായപ്പോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മുറ്റം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടു. പിന്നെ രാവിലെ നമ്മൾ പൊങ്കാലയുടെ പരിപാടികൾ തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ ഞങ്ങൾ തെരളിക്കുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചു. അപ്പൊ തെരളി എന്ന് പറഞ്ഞാൽ വയനയിലപ്പെന്നും പറയും. ഞാൻ അതിന്റെ റെസിപ്പി നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. അപ്പൊ കാണാത്തവർ അത് പോയി ഒന്ന് കാണുക. തെരളിയുടെ റെസിപ്പി അതിലുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ തെരളിക്ക് വേണ്ട മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് തെരളി വയനയിലയിൽ എല്ലാം റെഡിയാക്കി വെച്ചു. ഈ മാവ് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ അരിപ്പൊടിയും ശർക്കരയും പഴവും ഏലക്കാപ്പൊടിയും എല്ലാം കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. ഇനി ഇത് കണ്ടോ, ഇതുപോലെ മാല കൊടുത്തതുപോലെ കോർത്തിട്ടാണ് ഈ വയനയിലപ്പം നമ്മൾ എടുത്തു വെക്കുന്നത്. അപ്പൊ ഇതവിടെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അടുത്തത് മണ്ടപ്പുറ്റ് റെഡിയാക്കാനായിട്ടാണ് പോകുന്നത്. മണ്ടപ്പുറ്റിന്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ചെറുപയർ വറുത്ത് പൊടിച്ചതും അരിമാവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുണ്ടാക്കുന്നത് കണ്ടാൽ തന്നെ ഒരു രസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിക്കൊരു മുഖത്തിന്റെ പോലെ തന്നെ ഇരിക്കും അത്. അതുകൊണ്ടാണ് തലയും മുഖവും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് അതിനെ മണ്ടപ്പുറ്റ് എന്ന അതിനൊരു പേര് വന്നത് തന്നെ. അപ്പോൾ സാധാരണ പൊങ്കാലയൊക്കെ ഇടുമ്പോഴത്തേക്ക് ആറ്റുകാൽ പൊങ്കാലയിലൊക്കെ പ്രധാന ഒരു നിവേദ്യം തന്നെയാണ് ഈ മണ്ടപ്പുറ്റും തെരളിയും ഒക്കെ. അപ്പൊ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് എല്ലാം വെച്ചൊരുക്കുക എന്നുള്ളതാണ്. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെച്ചൊരുക്കങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാഴയുടെ നാക്കലയാണ് എടുക്കുന്നത്. ഈ നാക്കലയുടെ തുമ്പ് കിഴക്കോട്ടാക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അതിലൊരു നിലവിളക്ക് അതിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ ചാണകം മെഴുകിയതിന് ശേഷമാണ് ഈ ഇല ഇട്ട് കൊടുക്കുന്നത്. ഈ ഇലയുടെ തുമ്പറ്റത്ത് ഒരു ചാണകം കൊണ്ട് തന്നെ ചെറിയൊരു ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു തെച്ചിപ്പൂവും കൂടെ വെക്കുന്നുണ്ട്. ഈ ഇലയിൽ നമ്മൾ വെക്കാനുള്ളത് വിളക്കിലൊക്കെ തിരിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കിണ്ടിയിൽ വെള്ളം വെക്കുന്നുണ്ട്. അതിൽ ഒരു തുളസിപ്പൂ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെറ്റില, അടയ്ക്ക ഇതെല്ലാം വെക്കും. കുറച്ച് അരി വെക്കുന്നുണ്ട്. കൽക്കണ്ടം, മുന്തിരി, അവല്, മലര് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൂടിയൊക്കെ വെക്കും. അതിന്റെ കൂടെ ഒരു പഴം കൂടെ അതിൽ വെക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ വെച്ചൊരുക്കുന്നത്. ഇനി നമ്മൾ അടുപ്പെല്ലാം റെഡിയാക്കാനാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. കല്ലൊക്കെ വെച്ച് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അതിൽ പൊങ്കാല കലം വെച്ച് കൊടുക്കുക. എന്നിട്ട് വിറകെല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം. നമ്മളിപ്പോ വീട്ടിൽ പൊങ്കാല ഇടുമ്പോൾ അമ്പലത്തിൽ ഭണ്ഡാരടുപ്പിൽ എപ്പോഴാണോ തീ കത്തിക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ഇവിടെയും തീ കത്തിക്കുന്നത്. നമ്മൾ വിളക്കുന്നാണ് അപ്പൊ തീ എടുക്കുന്നത്. അപ്പൊ നമ്മൾ അതുവരെ ഇതെല്ലാം റെഡിയാക്കിയിട്ട് വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് സാധാരണയായിട്ട്. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ മാമിയും പൊങ്കാല ഇടാനുണ്ടായിരുന്നു. അപ്പൊ മാമി ഇടുന്നത് വെള്ള പൊങ്കാലയാണ്, അമ്മ ശർക്കര പൊങ്കാലയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അമ്പലത്തില് കത്തിച്ച അതേ സമയത്ത് തന്നെ നമ്മളും വിളക്ക് കത്തിച്ചു. ആദ്യം ആ വിളക്കുന്ന് തന്നെ തീ എടുത്ത് വിറകില് തീ പകർന്നിട്ടാണ് നമ്മൾ അടുപ്പിലോട്ട് തീ പകർന്നു കൊടുത്തിട്ടുള്ളത്. നമ്മള് തെരളിയും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തെരളി വെന്ത് മാറ്റിയതിന് ശേഷമാണ് മണ്ടപ്പുറ്റ് വെക്കുന്നത്. അപ്പൊ ഇപ്പൊ തെരളിയാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. പിന്നെ 2 പൊങ്കാലയും. അപ്പൊ ഈ പൊങ്കാലയുടെ കലങ്ങളില് വെള്ളം ചൂടായി വെള്ളം കുറച്ച് നല്ല രീതിയിൽ ചൂടാകുമ്പോഴാണ് നമ്മൾ അരി കഴുകിയിടുന്നത്. അപ്പൊ നമ്മളിവിടെ 250 ഗ്രാമാണ് അരി എടുത്തിട്ടുള്ളത്. അത് നെല്ല് കുത്തിയ പച്ചരിയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വെള്ളം ഒന്ന് ചൂടാകുന്നവരെ നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കും. വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് അരി ഇട്ട് കൊടുക്കും. അപ്പൊ അരി ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം അരി കഴുകിയ പാത്രത്തോടെ തന്നെ നമ്മൾ കലത്തിന് ചുറ്റും 3 പ്രാവശ്യം ഇങ്ങനെ കൈകൊണ്ട് വലം വെച്ചിട്ടാണ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അരി ആദ്യം ഇല വെച്ച് 3 പ്രാവശ്യം ഇട്ട് കൊടുക്കും. ബാക്കി അരി അത്രയും നമുക്ക് കലത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്.
തിളച്ചു വരുന്നവരെ നമ്മൾ തവിയൊന്നും ഇതിലോട്ട് ഇടില്ല. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തവിയിട്ട് ഇളക്കാൻ പാടുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ ഇത് തവിയിട്ട് ഇളക്കാറൊന്നുമില്ല. അപ്പൊ ഇത് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് പൊങ്കാല. അത് തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് സാധാരണ കുരവിടാറൊക്കെ ഉണ്ട്. അപ്പൊ അതിനുശേഷം മാത്രമേ നമ്മൾ ഈ അരി ഇളക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടി എന്നാണ് ഈ തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്. വെള്ള പൊങ്കാലയാണെങ്കിൽ നമ്മൾ അത് നന്നായിട്ട് വെന്തതിന് ശേഷം അതിൽ തേങ്ങയും പഴവും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ആ പൊങ്കാല റെഡി ആവുകയാണ്. ശർക്കര പൊങ്കാലയാണെങ്കിൽ അതിൽ നമ്മൾ ശർക്കര, അതുപോലെ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്, പഞ്ചസാര, നെയ്യ്, മുന്തിരി ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ശർക്കര പൊങ്കാല ഉണ്ടാക്കുന്നത്. പഴവും ചെറിയ കഷ്ണങ്ങളായിട്ട് ശർക്കര പൊങ്കാലയിൽ അരിഞ്ഞിടാറുണ്ട്. അതെല്ലാം അവസാനമാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ അടുപ്പ് ഒരു ഇല വെച്ച് ഈ കലത്തിന്റെ മുകളിൽ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തീയെല്ലാം അണച്ചിടും. അതിനുശേഷം എപ്പോഴാണ് അമ്പലത്തിൽ നേദിക്കുന്നത് ആ സമയത്ത് മാത്രമേ നമ്മളും ഇവിടെ നേദിക്കുള്ളൂ. നമ്മളും വെള്ളം തെളിച്ചൊക്കെ നേദിച്ചതിന് ശേഷം മാത്രമേ എടുക്കുള്ളൂ. അതുവരെ നമ്മൾ ഭക്തിയോടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ശർക്കര പൊങ്കാലയില് അവസാനം നമ്മൾ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അമ്മേ നാരായണ ഇപ്പൊ എല്ലാ പൊങ്കാലകളും നമ്മൾ ഇട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ നേദിച്ച അതേ സമയത്ത് തന്നെ നമ്മളും വീട്ടില് എല്ലാം നേദിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മണ്ടപ്പുറ്റും തെരളിയും എല്ലാം ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെയാണ് വെന്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ്. കുട്ടികൾക്കൊക്കെ ഒരു ഉത്സവം പോലെ തന്നെയാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അമ്പലത്തിൽ പോയിടുമ്പോഴത്തേക്കും അത് വലിയ ജനക്കൂട്ടമായിട്ട് നല്ലൊരു ഉത്സവത്തിന്റെ പ്രതീതി തന്നെയാണ്. അപ്പോ ഇപ്പൊ നമുക്ക് അതൊന്നും പറ്റില്ല. കഴിഞ്ഞ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയും നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു പൊങ്കാല ഇട്ടിരുന്നത്. അതുപോലെ ഇത്തവണയും ഇന്ന് ശർക്കര പൊങ്കാല കഴിഞ്ഞു. അടുത്തത് ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കും ഇതുപോലെ തന്നെയായിരിക്കും, വീട്ടിൽ തന്നെയായിരിക്കും നമ്മൾ പൊങ്കാല ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. മണ്ടപ്പുറ്റിന്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മുടെ വീഡിയോഗ്രാഫർ എൻ്റെ മോളാണ്, പൊന്നുവാണ്. അപ്പൊ പൊന്നുവിന്റെ വീഡിയോഗ്രാഫി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു.